ഇനി ഇങ്ങനെ വലിയ വലിയ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ വന്ന് കേരളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യൂ നഴ്സസിന്? അല്ല, യഥാർത്ഥത്തില് ആ സ്ഥാപനങ്ങൾ കൂടുതൽ വരുന്നത് ഞങ്ങളെപ്പോലെ ഒരു തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ്. രോഗികൾക്കോ? രോഗികളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഞാനതാ പറയുന്നത്. ഇപ്പൊ ഇവിടെ ചാരിറ്റി ആയിക്കോട്ടെ, മറ്റു പേരിട്ടായിട്ട് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ചികിത്സാ ഫീസിൽ ഒരു ഏകീകരണം കൊണ്ടുവരണം. ഇതിന് ഇവർ ആരും തയ്യാറാവില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പ് പറഞ്ഞു, നിങ്ങൾ എല്ലാ ആശുപത്രികളും ചികിത്സാ ഫീസുകൾ നിരക്കുകൾ നിങ്ങൾ പ്രദർശിപ്പിക്കണം. ഒരാശുപത്രി മാനേജ്മെന്റ് അത് ചെയ്യില്ല. കാരണം അൾട്ടിമേറ്റ്ലി എല്ലാവരും ചെയ്യുന്ന ഒരേപോലെ തന്നെയാണ്. അത് കോർപ്പറേറ്റ് എന്നോ ചാരിറ്റി എന്നോ അല്ലെങ്കിൽ ചെറുകിടാന്നോ എല്ലാവരും പോലെ അറക്കുന്ന കേസിൽ ഇവരാരും ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടുത്തെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിലും ഒരു മര്യാദ ഇല്ലാതെ ഏറ്റവും കൂടുതൽ ഇതിന്റെ ചൂഷണം അനുഭവിക്കുന്ന വിഭാഗത അവിടുത്തെ ജീവനക്കാരാണ്. കൃത്യമായിട്ടൊരു ലീവ് കൊടുക്കില്ല. എല്ലാവരും അങ്ങനെയാണോ ജാസ്മിൻ? എല്ലാവരും. ജാസ്മിൻ വളരെ നെഗറ്റീവ് ആയി കഴിഞ്ഞു. വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഇത് ഒരു നിയമം കൊണ്ടുവരേണ്ടത് ആരാണ്? സർക്കാർ. ഞാൻ പേര് ചോദിക്കാത്ത എന്താ ഈ ആശുപത്രിക്കൊക്കെ വെറുതെ പബ്ലിസിറ്റി ഇട്ടുണ്ടെന്ന്. അല്ല, ഞാൻ പറയുന്നത് എല്ലാ ആശുപത്രികളും SKN ഓരോ ഹോസ്പിറ്റലും എടുത്തോളൂ. ഏതൊരു ആശുപത്രിയിൽ പോയിട്ടും അവരുടെ ചികിത്സാ ഫീസ് പറഞ്ഞാൽ ഇപ്പൊ ഈ ചാരിറ്റി ആശുപത്രിയിൽ നിന്ന് നോക്കും, അവർ OP ചീട്ടിന് വളരെ പൈസ കുറയ്ക്കും. ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ, ഞാൻ ഈ പല ആശുപത്രി ഉടമകളോട് സംസാരിക്കുമ്പോൾ ഇത് നടത്തിക്കൊണ്ടുപോകുന്ന പാട് അവർ പറയുന്നുണ്ട്. ചിലതൊക്കെ അന്വേഷിക്കുമ്പം ശരിയാണ് എന്ന് തോന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.